Welcome students. Now we can discuss the topic relativistic mass. Einstein's theory അനുസരിച്ച് special theory of relativity അനുസരിച്ച് time, space അതുപോലെ തന്നെ mass ഇത് മൂന്നും absolute അല്ല, they are relative. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലെങ്ത് കോൺട്രാക്ഷനും അതുപോലെ തന്നെ ടൈം ഡയലേഷനും നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നോക്കുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് ആണ്. അതായത് ഒരു പാർട്ടിക്കിള് ഒരു പെർട്ടിക്കുലർ മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതൊരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നോക്കുന്ന ആൾക്ക് ആ മാസ് എങ്ങനെ വേരി ചെയ്യുന്നു, എന്താണ് വെലോസിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ മാസിൽ വേരിയേഷൻ വരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. സോ അതിനു വേണ്ടിയിട്ട് വി ഹാവ് ടു കൺസിഡർ ടു frames of reference, that is S and S prime are the two frame of reference. അപ്പൊ ഇതില് ഇവിടെ ഇവിടെ രണ്ട് പാർട്ടിക്കിൾ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്യാണ് ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി. എന്ന് പറയുന്ന എം മാസ് ഉള്ള പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് യു പ്രൈം എന്ന് പറയുന്ന വെലോസിറ്റിയിലും ഇത് എസ് പ്രൈം ഫ്രെയിമിലാണ് കേട്ടോ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ സെയിം മാസ് തന്നെയാണ്, എം തന്നെയാണ് മാസ്, ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി മൈനസ് യു പ്രൈം. അപ്പൊ അത് ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യുന്നു, എന്നിട്ട് എന്താണ് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എം പ്ലസ് എം, ദാറ്റ് ഈസ് 2m മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആയിട്ട് അല്ലെങ്കിൽ ബോഡി ആയിട്ട് മാറുന്നു. അതിനുശേഷം അത് റെസ്റ്റിലേക്ക് വരികയാണ്. അപ്പൊ റെസ്റ്റിലേക്ക് ഇത് വന്നെങ്കിലും ആദ്യം ഇത് യു പ്രൈമിലും മൈനസ് യു പ്രൈമിലും ആണ് മൂവ് ചെയ്ത് കൊളൈഡ് ചെയ്തത്. ബിഫോർ കൊളീഷൻ അതിന്റെ വെലോസിറ്റി അതായിരുന്നു. ആഫ്റ്റർ ദി കൊളീഷൻ എന്താണ്, ഇത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 2m ആയി. എന്നാൽ ഇത് റെസ്റ്റിലായി. എസ് എന്ന് പറയുന്ന 2m എന്ന് പറയുന്ന പാർട്ടിക്കിള് റെസ്റ്റിലായി. എന്നാൽ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്, വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങനെ ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ഈ 2m എന്ന് പറയുന്ന ഈ ഒരു കൊളീഷന് ശേഷമുള്ള ഈ പാർട്ടിക്കിൾ എന്താണ്, വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ട് ഒരു ഒബ്സർവർ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മാസ് എന്ന് പറയുന്നത് m1 ആൻഡ് ഇറ്റ് ഹാസ് എ വെലോസിറ്റി u1. ആൻഡ് ബി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാസ് എന്ന് പറയുന്നത് m2 ആൻഡ് വെലോസിറ്റി u2. ഇതെന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ട് ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോഴുള്ള മാസും വെലോസിറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. ശരിക്കും എന്തായിരുന്നു, എസ് പ്രൈമില് ഇതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എം കേട്ടോ, രണ്ടും സെയിം മാസ് ഉള്ള രണ്ട് ബോൾ ആയിരുന്നു. അത് വന്ന് കൊളൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിം വെലോസിറ്റി ആയിരുന്നു, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെലോസിറ്റി ആയിരുന്നു. പക്ഷെ എസിൽ നിന്ന് അത് അയാൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ പെർസെപ്ഷനിൽ ആ മാസ് എന്ന് പറഞ്ഞാൽ m1 രണ്ടാമത്തെ ബോളിന്റെ മാസ് m2 ആദ്യത്തെ ബോളിന്റെ വെലോസിറ്റി u1 രണ്ടാമത്തെ ബോളിന്റെ വെലോസിറ്റി u2 ആണ്. ഓക്കെ, ഇനി അടുത്തത്, സോ ആഫ്റ്റർ ദി കൊളീഷൻ ദ ബോൾസ് കം ടു റെസ്റ്റ് ഇൻ ഫ്രെയിം എസ് പ്രൈം അല്ലെ. അപ്പൊ കൊളീഷന് ശേഷം ഇതിൽ എന്താണ്, റെസ്റ്റിലാകും പാർട്ടിക്കിൾ, അതായത് ആ ബോൾ റെസ്റ്റിലാകും. ദസ് ദി ടു ബോൾസ് വുഡ് അപ്പിയർ ടു മൂവ് വിത്ത് എ വെലോസിറ്റി ഓഫ് ഫ്രെയിം എസ് പ്രൈം അല്ലെ. ഈ എസ് പ്രൈമിൽ ഇത് റെസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ റെസ്റ്റിലായിരിക്കുമ്പോൾ ഈ എസ് പ്രൈം ഏത് വെലോസിറ്റിയിലാണോ മൂവ് ചെയ്യുന്നത് ആ വെലോസിറ്റിയിൽ എന്താണ്, ഈ പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്തതിന് ശേഷമുള്ള ആ പാർട്ടിക്കിൾ ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യും. അത് ആര് ഒബ്സർവ് ചെയ്യുന്നു, എസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അയാളുടെ പെർസെപ്ഷൻ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇനി നമുക്ക് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ അനുസരിച്ച് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ m1 m1 m2 അതുപോലെ തന്നെ u1 u2 പിന്നെ ഈ m ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, so using velocity transformation equation, already നമ്മൾ ലോറൻസ് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കണ്ടിരുന്നു. അതിൻ്റെ അകത്ത് u1 is equal to u prime plus v divided by 1 plus v u prime divided by c square. and u2 എന്ന് പറഞ്ഞാൽ എന്താണ്, u1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബോള് മൂവ് ചെയ്യുന്ന ഇങ്ങോട്ട് ഫോർവേഡേക്ക് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആയിരുന്നു. ഇനി ബി എന്ന് പറയുന്ന ആൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, തിരിച്ചിങ്ങോട്ടാണ് അല്ലെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ
യു പ്രൈമിന് വരെ ഇവിടെ എന്ത് വന്നു, മൈനസ് യു പ്രൈം എന്ന് പറഞ്ഞേ ഓപ്പോസിറ്റ് വെലോസിറ്റി വന്നത്, പ്ലസ് യു ഡിവൈഡഡ് ബൈ വി ബൈ സി സ്ക്വയർ ഇൻറ്റു യു പ്രൈം, പ്ലസ് യു പ്രൈമിന് പകരം ഇവിടെ മൈനസ് യു പ്രൈം വന്നു, അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് ടേം വന്നത്. അപ്പൊ ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് വി മൈനസ് യു പ്രൈം ഡിവൈഡഡ് ബൈ 1 മൈനസ് വി യു പ്രൈം ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഒരു കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഒബേ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അല്ലെ. അതായത് മൊമെന്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, അപ്പൊ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ടിക്കിളിന്റെ മാസ് എന്തായിരുന്നു, M1. അതായത് എസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എസ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ആളുടെ പെർസെപ്ഷനിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. സോ M1 ആയിരുന്നു ആ ബോളിന്റെ മാസ് എന്ന് പറയുന്നത്, U1 ആണ് അതിന്റെ വെലോസിറ്റി. അപ്പൊ അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം മീൻസ് മാസ് ഇൻറ്റു വെലോസിറ്റി. സോ M1 ഇൻറ്റു U1. അതുപോലെ തന്നെ രണ്ടാമത്തെ ബോളിന്റെ മാസ് M2 ഉം രണ്ടാമത്തെ ബോളിന്റെ വെലോസിറ്റി U2 ആയിരുന്നു. സോ അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് M2 U2. സോ ടോട്ടൽ മൊമെന്റം രണ്ടെണ്ണത്തിന്റെ കൂടെ ടോട്ടൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ M1 U1 പ്ലസ് M2 U2 വിച്ച് ഇസ് ഈക്വൽ ടു ഇത് ബിഫോർ കൊളീഷൻ ആണ്. ആഫ്റ്റർ കൊളീഷൻ എന്താ സംഭവിച്ചത്, ആ രണ്ട് മാസം കൂടെ കൊളൈഡ് ചെയ്ത് ഒരുമിച്ചായി അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ M1 പ്ലസ് M2. അതിനുശേഷം അത് മൂവ് ചെയ്യുന്ന ഏത് വെലോസിറ്റിയിലാണ്, എസ് പ്രൈം എന്ന് പറയുന്ന ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യുന്ന ഏത് വെലോസിറ്റിയിലാണോ ആ വെലോസിറ്റിയിലാണ് കൊളൈഡ് ചെയ്തതിന് ശേഷം ആ ബോള് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് M1 പ്ലസ് M2 ഇൻറ്റു വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് U1നും U2നും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ U1 U2 എന്ന് പറയുന്ന രണ്ട് എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ M1 ഇൻറ്റു U1 പകരം നമ്മൾ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ U പ്രൈം പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ബൈ സി സ്ക്വയർ ഇൻറ്റു U പ്രൈം പ്ലസ് M2 ഇൻറ്റു v minus u prime divided by 1 minus v by c square into u prime which is equal to M1 plus M2 into v. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് M1 കൊണ്ട് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ M1ന്റെ ടേം ഇവിടെ ഉണ്ട്, ഇവിടെ എന്താണ് M1 ഇൻറ്റു ബി ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ LHSലേക്ക് കൊണ്ടുവരുന്നു. M2ന്റെ ടേം എല്ലാം നമ്മൾ RHSലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ M1 U1 M1 U1 prime plus V divided by 1 plus V by C square into U prime minus M1V. അപ്പോൾ M1ന്റെ ടേം LHSൽ കൊണ്ടുവന്നു, M2ന്റെ ടേം RHSലും കൊണ്ടുവന്നു. M2V minus M2V minus U prime divided by 1 minus V by C square into U prime. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓക്കെ, ജസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. M1 U prime plus V minus B minus V square by C square into U prime. ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. M1 U1 prime then M1 V അതുപോലെ തന്നെ മൈനസ് M1 V ചെയ്തിരിക്കുന്നു. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. M1 U പ്രൈം പ്ലസ് V അതുപോലെ തന്നെ മൈനസ് M1 V ഇൻറ്റു ഇത് ചെയ്യും 1 പ്ലസ് V ബൈ സി സ്ക്വയർ ഇൻറ്റു യു പ്രൈം ആൻഡ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് V ബൈ സി സ്ക്വയർ ഇൻറ്റു യു പ്രൈം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. ഇനി ഇതിൽ V and V can be cancelled. Then here V and V can be cancelled. Then ബാക്കി എന്ത് വരും, M1 into U prime minus V square by C square into U prime divided by 1 plus V by C square U prime which is equal to M2 into U prime minus V square by C square into U prime divided by 1 minus V by C square into U prime. അപ്പൊ ഇവിടെ എന്താണ്, ഈ ടേം ഒരു സെയിം ആണ്, അതുപോലെ തന്നെ ഈ രണ്ട് ടേം സെയിം ആണ് അല്ലേ. സോ ദിസ് ക്യാൻ ബി ക്യാൻസൽഡ്. ദെൻ M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് V ബൈ സി സ്ക്വയർ ഇൻറ്റു യു പ്രൈം വിച്ച് ഇസ് ഈക്വൽ ടു M2 ഡിവൈഡഡ് ബൈ 1 മൈനസ് V ബൈ സി സ്ക്വയർ ഇൻറ്റു യു പ്രൈം. പിന്നെ റേഷ്യോ M1 ബൈ M2 ഞാൻ എടുക്കുകയാണെങ്കിൽ എന്ത് വരും, 1 പ്ലസ് V യു പ്രൈം ഡിവൈഡഡ് ബൈ സി സ്ക്വയർ
whole divided by 1 minus v u prime by c square എന്ന് വരും. സോ m1 by m2 നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1 പ്ലസ് വി യു പ്രൈം ബൈ സി സ്ക്വയറിനും അതുപോലെ തന്നെ 1 മൈനസ് വി യു പ്രൈം ബൈ സി സ്ക്വയറിനും മറ്റൊരു എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെലോസിറ്റി u1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? u1 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അല്ലെ. അതുപോലെ തന്നെ u2 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പൊ ഇതിന്റെ സ്ക്വയർ നമ്മൾ എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ എടുക്കുമ്പോൾ okay, u1 square is equal to u prime plus v divided by 1 plus v by c square into u prime the whole square. Okay. ഇനി എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ സി സ്ക്വയർ. സി സ്ക്വയർ ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ എൽ എച്ച് എസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് u1 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിനെയും സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സോ 1 by c square into u prime plus v divided by 1 plus v by c square into u prime the whole square. Okay. ഇനി ചെയ്തിരിക്കുന്ന 1 മൈനസ് ഇവിടെ ഒരു 1 മൈനസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആർ എച്ച് എസിലും 1ൽ നിന്ന് ഇതിനെ മൈനസ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ, ഇവിടെ 1 മൈനസ് ദിസ് ടേം. ഓക്കെ, ദിസ് ടേം. ആൻഡ് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ 1 ബൈ സി സ്ക്വയർ ഇതിനെ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 1 മൈനസ് ആണ് കേട്ടോ. 1 മൈനസ് യു പ്രൈം പ്ലസ് വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ദി ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ബൈ സി സ്ക്വയർ ഇൻറ്റു യു പ്രൈം ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1 പ്ലസ് വി ബൈ സി സ്ക്വയർ യു പ്രൈം ദി ഹോൾ സ്ക്വയർ മൈനസ് യു പ്രൈം പ്ലസ് വി ബൈ സി ദി ഹോൾ സ്ക്വയർ ഉണ്ട്, then divided by 1 plus v by c square into u prime square. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ന്യൂമറേറ്ററിനെ മാത്രം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഡിനോമിനേറ്റർ അവിടെ തന്നെ ഇരിക്കട്ടെ, ന്യൂമറേറ്ററിന്റെ മാത്രം ഒന്ന് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്. ഞാൻ അത് വെച്ചിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. സോ a സ്ക്വയർ പ്ലസ് a square എന്ന് പറഞ്ഞാൽ 1 square. 1 square is 1 plus 2ab 2 into v u prime divided by c square plus b square. b എന്ന് പറഞ്ഞാൽ v u prime by c square ആണല്ലോ. സോ അതിനെ v square u prime square divided by c raised to 4 മൈനസ് ഇത് സി സ്ക്വയർ വരുന്നുണ്ടല്ലോ, ഡിനോമിനേറ്ററിൽ സി വരുന്നുണ്ട്, ഇവിടെ സ്ക്വയർ വരുന്നുണ്ട്. സോ 1 by c square ഞാൻ പുറത്തെടുത്തു. അതിനുശേഷം യു പ്രൈം പ്ലസ് വി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്തു. യു പ്രൈം സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 2u പ്രൈം വി. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്ന് ഞാൻ ഈ ബ്രാക്കറ്റിൽ വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് 1 by c square കൊണ്ട്. അപ്പൊ നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് ഈ രണ്ട് ടേംസ് നമുക്ക് ക്യാൻസൽ ആക്കാനായിട്ട് പറ്റും. ബാക്കി വരുന്ന ഇവിടെ 1 വരുന്നുണ്ട്. 1 മൈനസ് യു പ്രൈം സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് എഴുതി, മൈനസ് ഇവിടെ ഒരു വി സ്ക്വയർ ബൈ സി സ്ക്വയർ വരുന്നുണ്ട്, ഇവിടെ വി സ്ക്വയർ ബൈ സി റൈസ് ടു 4 വരുന്നുണ്ട്. അപ്പൊ രണ്ടിടത്തു നിന്നും കോമൺ ആയിട്ട് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എടുത്തു. അതിനുശേഷം 1 മൈനസ് യു പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എന്ന് എഴുതി. സോ അതാണ് ഈ ന്യൂമറേറ്ററിൽ ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 1 മൈനസ് യു പ്രൈം സ്ക്വയർ ബൈ സി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 1 മൈനസ് യു പ്രൈം സ്ക്വയർ ബൈ സി സ്ക്വയർ ഉണ്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. ഞാൻ കോമൺ ആയിട്ട് എടുത്തതിന് ശേഷം ബാലൻസ് എന്ത് വരും? ഇവിടെ അപ്പൊ 1 വരും അല്ലെ. അപ്പൊ എന്ത് വരും? 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതി. ഡിനോമിനേറ്റർ ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇനി അടുത്തത് അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ സ്ക്വയർ വരും കേട്ടോ. ഇവിടെ ഒരു സ്ക്വയർ വരും. ഇനി ഇവിടെ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിരിക്കുകയാണ്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു 1 സ്ക്വയർ ബൈ സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു. സോ ദാറ്റ് ഈസ് 1 മൈനസ് യു പ്രൈം സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇവിടെ ഇത് സ്ക്വയർ ആയിരുന്നു ഓൾറെഡി ഈ ഡിനോമിനേറ്റർ. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? ഇത് വരും അല്ലെ. സോ 1 പ്ലസ് വി ബൈ സി സ്ക്വയർ ഇൻറ്റു യു പ്രൈം. അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ നിങ്ങൾ ഓൾറെഡി കൊടുക്കുക കേട്ടോ, അവിടെ കൊടുത്തിട്ടില്ല. ഇനി അടുത്ത് എന്താ ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ ഇത് ഈ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ഇത് 1 പ്ലസ് യു പ്രൈം വി ഡിവൈഡ് ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ to 1 minus u prime square by c square into 1 minus v square by c square divided by 1 minus u prime square by c square the whole raised to 1 by 2 അല്ലെ. ഇതും സ്ക്വയർ റൂട്ട് ആയിരുന്നു, ഇതും സ്ക്വയർ റൂട്ട് ആയിരുന്നു. അപ്പൊ ടോട്ടൽ അതിനെന്തെടുത്തു? raised to 1 by 2 കൊടുത്തു. ഓക്കെ,
അപ്പൊ ഇതിപ്പോ എന്താണ് നമുക്ക് കിട്ടിയത്? എന്തിന്റെ എക്സ്പ്രഷനാ? 1 + u prime c v by c സ്ക്വയർ. അപ്പൊ എവിടെയായിരുന്നു നമ്മൾ തുടങ്ങിയത്? ദാ ഇവിടെ അല്ലെ, ഈ രണ്ടെണ്ണത്തിനും നമുക്ക് വേറൊരു എക്സ്പ്രഷൻ കൊടുക്കണം. അപ്പൊ അതിനൊരു എക്സ്പ്രഷൻ കിട്ടി അല്ലെ? ആദ്യത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിക്കിളിന്റെ കേസിൽ നമ്മൾ എന്ത് വരും? ആദ്യത്തെ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് മൂവ് ചെയ്തല്ലേ, സെക്കൻഡ് പാർട്ടിക്കിൾ എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ സെയിം വെലോസിറ്റി ആണ്, ബട്ട് ഓപ്പോസിറ്റ് സൈൻ അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ ഫോർ ദി സെക്കൻഡ് പാർട്ടിക്കിൾ ചേഞ്ചിങ് u prime to minus u prime and u1 to u2 in the above equation. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഇത് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 1 - u prime v by c square is equal to 1 - u prime square by c square and this term. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷനും, അതായത് ഇപ്പം കിട്ടിയ ഈ ഇക്വേഷൻ 10.6ഉം ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ 10.7ഉം നമ്മുടെ m1/m2 ഇതായിരുന്നല്ലോ ഇക്വേഷൻ. അപ്പൊ ഇതിന് പകരം ഇത് രണ്ടും കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് m1/m2 into 1 - u2 square by c square divided by 1 - u1 square by c square raised to 1/2 എന്ന് വരും. ഓക്കെ, ഇതാണ് m1/m2 എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്. അതായത് ബോൾ ബി അല്ലെ, എ എന്ന് പറയുന്ന ബോൾ ഇങ്ങോട്ട് വരുന്നു, ബി എന്ന് പറയുന്ന ബോൾ ഇവിടെ റെസ്റ്റിലാണെന്ന് സപ്പോസ് അങ്ങ് വിചാരിക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ബോളും എന്താണ് രണ്ട് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് എടുക്കുക. അതായത് ബി എന്ന് പറയുന്ന ബോൾ അവിടെ റെസ്റ്റിലാണ്, എ എന്ന് പറയുന്ന ബോളാണ് അവിടെ എന്താണ് മൂവ് ചെയ്ത് വരുന്നത്. ആൻഡ് ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വെലോസിറ്റി എന്താണ്? u1 എന്ന് പറയും. എസിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ വെലോസിറ്റി u2 ആണ്. ബട്ട് നൗ u2 ഈസ് റെസ്റ്റ്, സോറി ദ ബോൾ ബി ഈസ് റെസ്റ്റ്, സോ u2 is equal to എന്ത് വരും? 0 വരും അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ u2 is equal to 0 വന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരാം? ഈ u2 is equal to ഈ പോർഷൻ എന്ത് വരും? അവിടെ ഒന്നും കാണില്ല അല്ലെ. u2 square by c square raised to 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 1 കിട്ടും. സോ നമുക്ക് എന്ത് വരും? എന്താ വരിക എന്ന് വെച്ചാൽ m1/m2 is equal to 1/√1 - u2 square by u1 square by c square എന്ന് കിട്ടും. ദാറ്റ് ഈസ് m1 is equal to m2 divided by 1 - u1 square by c square എന്ന് വരും. അപ്പൊ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറയുന്ന എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമില് ഒരു ബോൾ അല്ലെ, ബോള് m1ഉം m2 ഉള്ള രണ്ട് ബോൾ അതിങ്ങനെ എന്താണ് മൂവ് ചെയ്യുമ്പോൾ എസ് എന്ന് പറയുന്ന മറ്റൊരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ മൂവിങ് ഫ്രെയിമിനെ നോക്കുകയാണ്. അപ്പൊ മൂവിങ് ഫ്രെയിമിനെ നോക്കുമ്പോഴത്തേക്കും കിട്ടിയ m1ന്റെ ആദ്യത്തെ ബോളിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? m1 ഈസ് നോട്ട് ഈക്വൽ ടു m2 അല്ലെ. m1നും ആക്ച്വലി m1ഉം m2ഉം സെയിം മാസ് ആണെങ്കിലും വേറൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഈ മൂവിങ് ഫ്രെയിം ഓഫ് റെഫറൻസിനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സെയിം മാസ് ആയിട്ട് ഫീൽ ചെയ്യില്ല. എന്ത് വരും? ഇങ്ങനെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടെ വരും അല്ലെ. m1 എന്ന് പറയുന്ന ബോളിന് എന്താണ് കുറച്ചും കൂടി മാസ് കൂടുതലാണ്, m2 ഡിവൈഡഡ് ബൈ ആണ് വന്നത്. സോ മാസ് ഈസ് മോർ ഇൻ ദ കേസ് ഓഫ് m1. ആൻഡ് ഇഫ് യു ടേക്ക് m1 is equal to m and u1 is equal to v and m2 is equal to m0 എന്ന് ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാൻ പറ്റും. m is equal to m0 divided by square root of 1 - v square by c square. And this equation is known as mass variation relation. And it shows that a body moving at a speed v relative to one observer has a mass larger when at a rest relative to the observer by a factor of 1 - v square by c square. എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ബി എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇത് റെസ്റ്റിലുള്ളപ്പോ ഇതിന്റെ മാസ് ശരിക്കും പറഞ്ഞാൽ m ആണ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ m0 ആണ് റെസ്റ്റിലുള്ളപ്പോ അതിന്റെ മാസ് എന്ന് വിചാരിക്കുക. ഇനിയിപ്പോ ഈ ബോഡി എന്താണ് v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ അതങ്ങ് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ, അതായത് മറ്റൊരു ഒബ്സർവറിന്, ഓക്കെ, റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ഇത് v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പൊ ശരിക്കുള്ള മാസ് m0 അല്ല, അതിന് പകരം എന്താണ്? m0 ഡിവൈഡഡ് ബൈ 1 - square root of 1 - v square by c square ആയിരിക്കും. അപ്പൊ എന്താണ്? മാസ് കൂടി അല്ലെ. ഇനി ഒരു കേസും കൂടി ഉണ്ട്. ഇഫ് v is very very less than c, v is very very less than c എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? ഈ ഇക്വേഷന്റെ അകത്ത് v square by c square എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0 വരും. then എന്ത് വരും? m is equal to m0. thus the mass of the body does not change at all if its velocity is very small as compared to the velocity of the light. അതുപോലെ തന്നെ ഇപ്പൊ v എന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് c എന്ന് പറയുന്ന വെലോസിറ്റിക്ക് വളരെ ക്ലോസ് ആയിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ v by c എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വരും. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇറ്റ് ഈസ് infinite എന്ന് വരും. Okay, so that's all about today's class.